വിഷുവെത്തു മുമ്പേ ഉത്തര മലബാറുകാർക്കുള്ള മറ്റൊരു വിഷുക്കണി തന്നെയാണ് പൂരം. പൂര മഹോത്സവം ആചാരത്തിൻ്റെ തനിമയും അനുഷ്ഠാനത്തിൻ്റെ ഖരിമയും അടയാളപ്പെടുത്തുന്ന ഗ്രാമോത്സവമാണ് പൂരം. ഉത്തര കേരളത്തിന്റെ വസന്തോത്സവമാണ് പൂരം. കാർഷിക സമൃദ്ധിയുടെ ആഘോഷമായ വിഷുവിന് ദിവസങ്ങൾക്ക് മുന്നേ എത്തുന്ന മറ്റൊരു വിഷുക്കണി. കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയ്ക്കും കണ്ണൂർ വളപട്ടണം പുഴയ്ക്കും ഇടയിലുള്ള ക്ഷേത്രങ്ങളിലും കാവുകളിലുമാണ് പ്രധാനമായും പൂരം ആഘോഷിക്കുന്നത്. മലയാള മാസം മീനത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ പൂരം നക്ഷത്രം വരെയുള്ള 9 ദിവസമാണ് പൂരോത്സവം നീണ്ടു നിൽക്കുക. ചൊല്ലിക്കെട്ടെത്ര നാളായൊരു കുറിമുഖ സന്ദർശനാകാംക്ഷയാ ഞാൻ ഉല്ലാസം തൃഷ്ണതീർപ്പാൻ കരിമുകിൽ വരവെ പാർത്ത വീഴാമ്പലെപ്പോൽ കല്യാത്മൻ ഹന്ത പാർത്ഥേനിവനിഹ ഫലമായി വന്നുതേ ചാരിതാർത്ഥ്യം. എൻ്റെ പദ്യത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു. സഹൃദയ വര പണ്ഡിതാഗ്ര തേ സ്വാഗതമഭിഗൗമി മിതാക്ഷരം വിനീത. അതായത് മിതമായ അക്ഷരത്തെ കൊണ്ട് അങ്ങേക്ക് സ്വാഗതത്തെ പറയുന്നു. വർഷത്തിൽ 2 വിഷുവും ആണ് വരിക. ശരത് വിഷുവും വസന്ത വിഷുവും. വസന്ത വിഷുവം എന്ന് പറയുന്നത് ആണ് നമ്മളിപ്പോൾ ശരിക്കും വിഷുക്കണി മുതലായിട്ടുള്ള ആഘോഷങ്ങൾ നടത്തി വരുന്നത്. ഈ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധമായിട്ടാണ് പൂരം ഉത്സവം വരിക, വസന്തോത്സവം എന്ന നിലയിൽ. പൂരോത്സവത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 ചടങ്ങാണ് പൂരം കളിയും അതേപോലെ മർത്തുകളി. അതിൽ മർത്തുകളി എന്ന് പറയുന്നത് 2 ദേശത്തിലെ ക്ഷേത്രങ്ങൾ അവരുടെ പ്രതിനിധിയായി 2 പണിക്കന്മാരെ നിയോഗിച്ച് അവർ തമ്മിലുള്ള മാറ്റുരക്കലാണ്. തികച്ചും ശാസ്ത്രീയവും എന്നാൽ മനോഹരവും സൗകുമാര്യം നിറഞ്ഞതുമായ ഒരു ജനകീയമായ അനുഷ്ഠാന കലയാണ് ഈ മർത്തുകളി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോദിക്കാം. അതായത് പറയുന്നതായ കാര്യത്തിൽ ചോദിക്കാം. ആത്മാ മനസ്സോട്, മനസ്സ് ഇന്ദ്രിയത്തോട്. ഇന്ദ്രിയമില്ലാണ് കണ്ണിലാണ് നമുക്ക് കാണാൻ പറ്റില്ല, ഇല്ല അല്ലേ? ഇവിടെ എന്താണ് നമ്മുടെ കണ്ണാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ദ്രിയം. പിന്നെ മനസ്സുകൊണ്ടൊന്നും കാണാൻ പറ്റും. താവ് പ്രത്യക്ഷം എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അല്ല 6 ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്ക് പ്രത്യക്ഷം ഉണ്ടാകുന്നുണ്ട്. ആറാമത്തെ ഇന്ദ്രിയം മനസ്സ് പ്രത്യക്ഷം ഉണ്ടാകുന്നുണ്ട്. മനസ്സിന്റെ ഇന്ദ്രിയങ്ങൾ 6 അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ മനസ്സൊരു ഇന്ദ്രിയ 6ാമത്തെ ഇന്ദ്രിയമായിട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ മനസ്സുകൊണ്ട് നമുക്ക് മാനസ പ്രത്യക്ഷം ഉണ്ടാകുന്നുണ്ട്. വടക്കേ മലബാറിലെ കാവുകളിൽ കാണുന്ന ഒരു വസന്തോത്സവമാണ് പൂരക്കളി, മറത്തുകളി. ഈ മറത്തുകളി എന്ന് വെച്ചാൽ 2 ക്ഷേത്രങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. ആ 2 ക്ഷേത്രങ്ങൾ തമ്മിൽ പൂരക്കളി കളിക്കുകയും പണിക്കന്മാർ തമ്മിലുള്ള വാഗ്വാദങ്ങളും ഉണ്ടാവും. അതാണ് മറത്തുകളി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. ഇത് വിഷുവിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയാണ് നടക്കുന്നത്. അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ് ഈ ഓരോ ക്ഷേത്രങ്ങളിലും ഈ മറത്തുകളി നടക്കുന്നത്. മറത്തുകളി പണിക്കന്മാരാണ്.
അത് ക്ഷേത്രങ്ങളിൽ മുൻകൂട്ടി പണിക്കന്മാരെ നിശ്ചയിക്കുകയും അത് ഈ കാർത്തിക മുതൽ പൂരം വരെയുള്ള നാളുകളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ആണ് മറത്തകളി അരങ്ങേറുന്നത്. ഇന്നിവിടെ പൂരത്തിൻ്റെ 4-ാം ദിവസമായ ഇന്നാണ് ഇവിടെ മറത്തളി നടക്കുന്നത്. അതിനുശേഷം പൂരം തലയും അത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കൊയങ്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ഇവിടുന്ന് പണിക്കരും ബാല്യക്കാരും ഒക്കെ പോയിട്ട് അവിടെ മറത്തകളി നടത്തി കൊടുക്കും. അതായത് മുൻപ് കാലങ്ങളിൽ കാമദേവനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതായത് മുമ്പ് കാലത്ത് ഈ കാമനെ പരമശിവൻ്റെ തൃക്കണിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ കന്യകമാരൊക്കെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ടാണ് മീനമാസത്തിൽ കാർത്തിക മുതൽ നിങ്ങൾ പൂരം നൂറ്റ് ഈ കളി കളിച്ചാൽ ഇപ്പോൾ ഒന്നാം തിറം മുതൽ നാരായണ പാടി 18-ാം തിറം വരെ പൂരമാല വരെ കളിച്ചാൽ നശിച്ചു പോയതായ കാമൻ്റെ ഉൽപ്പത്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പ് അത് പെണ്ണുങ്ങളാണ് നടിച്ചത്. പിന്നെ അതിൻ്റെ പെണ്ണുങ്ങൾക്ക് കായികാഭ്യാസപരമായ കളികൾ കളിക്കാനുള്ള പ്രയാസം നിമിത്തമാണ് പുരുഷന്മാർ രംഗത്തേക്ക് വന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയായി ഇരിക്കുന്ന പണിക്കരുടെ അടുത്തേക്ക് മറ്റൊരു ദേശത്തിലെ പണിക്കർ വരികയും അപ്പോൾ വരുമ്പോൾ രണ്ടുപേരും രണ്ട് സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നത് പോലെ സ്വാഗതം, അഭിവാദനം, സ്വാഗതം, അതുപോലെ അവരെ പരസ്പരം താമ്പൂലം നൽകി സ്വീകരിക്കലും അതിനോടനുബന്ധിച്ച് ഓരോ ശാസ്ത്രങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ് പതിവ്. അത് കഴിഞ്ഞാൽ രംഗപ്രവേശം എന്ന് പറയുന്ന ഒരു ഇതാണ്. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുക. അവിടെയാണ് ജ്യോതിശാസ്ത്രം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അകത്ത് കയറിക്കഴിഞ്ഞാൽ, കളത്തിൽ കയറിക്കഴിഞ്ഞാൽ ദീപവന്ദനം ആണ് ആദ്യത്തെ ചടങ്ങ്. ആ ദീപവന്ദനത്തിൽ ദീപം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ന്യായശാസ്ത്രം പ്രധാനമായിക്കൊണ്ടും മറ്റ് ഇതര ശാസ്ത്രങ്ങൾ സാന്ദർഭികമായിട്ടും വരും. നിന്മേനിക്ക് തൊഴുന്നൊടുന്നൊരുവനിൽ സമ്മോദമേകിടുവാൻ നമ്മെ ഇന്നു കനിഞ്ഞു നീ കടമിഴി തെല്ലൊന്നിളക്കിയിടണം. വെള്ളപ്പെൺമണവാള സന്നിധിയതിൽ കള്ളക്കടാക്ഷത്തൊടും ഉള്ളിൽ കൗതുകമോടുവാണ ഗിരിജേ ഹല്ലോ ഹലത്വം സിനി കൊല്ലാം നിൻ കരുണാദ്രഭാവമഖിലാമേഷം ഏവം തൊഴുന്നേനിവൻ സദാ നിൻ പാദപത്മം മുദാ.
തൊമ്പത്തൊന്നക്ഷരാളി കലിതനുലദേവേദമാകുന്ന ശാഖി തൊമ്പത്തൻപോട് പൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തെൻകുഴമ്പേ ചെമ്പൊൽത്താർബാണടംബ പ്രശമന സുഹൃതോ വർത്ത സൗഭാഗ്യലക്ഷ്മി നിന്നന്തി നൃത്തത്തിന് ഭുവനമശേഷം നിരത്തിയിട്ട് വെച്ചാൽ ചെമ്മേ പോരാ വിശാലം കടലുകൾ മതിയല്ലോ നീരാടുവാനും നിന്മായാ വൈഭവം വിസ്മയമഴകൂടിറിമ്പിന്നകത്തും വസിക്കും നിന്മേനിക്ഷാളനത്തിനൊരു ഹിമഗണമഹോ. ഒരു വസന്തോത്സവമാണ് പൂരമഹോത്സവം. കാർഷിക സമൃദ്ധിയുടെ മറ്റൊരു ഉത്സവകാലം. പൂരക്കളിയും പൂക്കളും പൂരക്കുഞ്ഞിയുമായി അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ മഹോത്സവമാണ് ഓരോ പൂരക്കാലവും. കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം ഇത്തരത്തിൽ പുരോത്സവം അതിവിപുലമായി ആഘോഷിക്കുന്ന കാവുകളിലൊന്നാണ്. ഓരോ ക്ഷേത്രത്തിനും ആഘോഷത്തിന് അതിൻ്റെതായ സവിശേഷതകളും തനിമയുമുണ്ട്. പാരമ്പര്യവും വിശ്വാസവും അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. കരക്കക്കാവ് ക്ഷേത്രത്തിന് ഡയറമംഗലം അമ്പലത്തിലേക്ക് കൂവപ്പണിക്കായിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പോയി അവിടുത്തെ കൂവപ്പണിയെല്ലാം എടുത്ത് അവിടെ കീരന്തോട്ട് എന്ന് പറഞ്ഞ ഒരു പറമ്പുണ്ട്. അവിടെ പോയി ഓല കൊത്തി രണ്ട് തേങ്ങയെല്ലാം പറിച്ച് അവിടെ വന്ന് അമ്പലത്തിൽ വന്ന് കൂവപ്പണി എടുത്ത് അവിടെ കുറി വാങ്ങി അവിടെ ഞങ്ങൾ കുണ്ടത്തിൽ പോയി അവിടെ കളിപ്പന്തലിൻ്റെ തൂണ് ഇട്ട് അത് ഞാൻ അതിൻ്റെ തുടക്കം പറയുന്നത്. അവിടുന്ന് പന്തലിൻ്റെ പണി അവർ എടുത്തുകൊണ്ട് നിന്നു. പിന്നെ നമ്മൾ പണിക്കറ പൂരക്കളീൻ്റെ പണിക്കറ നിശ്ചയിക്കൽ കഴിഞ്ഞ് പിന്നെ പണിക്കറ കൂട്ടിക്കൊണ്ടുവന്ന് പന്തലിന് കളിച്ച് അങ്ങനെ കാർത്തിക തലേ ദിവസം കാർത്തികക്ക് പിറ്റേ ദിവസം കുണ്ടത്തിന് കളി മാറുന്നു. നമ്മളെ കരക്കക്കാവ് ക്ഷേത്രത്തിലേക്ക് പിറ്റേ ദിവസം കായംകയറിലെന്ന് ഞാൻ പറയല്. കായംകയറാൻ നമ്മൾ കുറേ ബാല്യക്കാർ കൂട്ടേക്കാർ പണിക്കാർ എല്ലാവരും കൂടി നമ്മൾ ക്ഷേത്രത്തിൽ അമ്പലത്തിൻ്റെ അടുത്ത് ക്ഷേത്രത്തിലേക്ക് വന്ന് കായം കയറി അന്ന് മുതൽ ഈ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കളി ആരംഭിച്ചു. അപ്പോൾ 20-ാം തീയതി കളി മാറി 21-ാം തീയതി അവിടെ നിന്ന് ഇങ്ങോട്ട് അമ്പലത്തിൽ വന്ന് പണിക്കറും കൂട്ടേക്കാരും ബാല്യക്കാരും കലശം കുളിച്ചിട്ട് കയം കയറിയിട്ട് പൂരം 7 ദിവസത്തെ ഉത്സവം ഇടാം. ഈ 7 ദിവസം രാത്രി അരങ്ങിൽ കീഞ്ഞ് കുട എഴുന്നെടുത്ത് കാര്യങ്ങൾ നടത്തി പിന്നെ ദൈവികമായ കലാശം വെച്ച് ഈ പൂരം കൂടി ആയെന്ന് ഇവിടുത്തെ ചടങ്ങുകൾ നടത്തി നമുക്ക് ആറാട്ട് പോകാനുണ്ട്. അത് വടക്കേ നടയിൽ പോയിരുന്ന് ഡയറോങ്ങൾ തമ്മേന അങ്ങനെ ആറാട്ട് വന്ന് അവരെ വന്നിച്ച് ഇങ്ങനെ ഏറ്റിക്കുളക്കൽ അമ്പലത്തിലേക്ക് നിങ്ങൾ കുറേ ക്ഷേത്രങ്ങളിലെ ആൾ പോകാനുണ്ട്. ആടെ പോയി അവിടുത്തെ കാര്യങ്ങൾ നടത്തി ഈ ദേവീനെ ആടെ കുറച്ച് കൊണ്ട് പൂരം കൊടുപ്പിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പ്രസാദത്തിന് കുറി അത് മേടിച്ച് അങ്ങോട്ടും കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ 12 അച്ഛന്മാർക്ക് കൊടിയിൽ കുറി വെച്ച് അത് 12 അച്ഛന്മാരും എടുത്ത് അരങ്ങിൽ തിരിഞ്ഞ് അന്നത്തെ രാത്രി പിരിഞ്ഞിട്ട് പോയി. പണ്ട് കാലത്ത് തൂവക്കാരൻ
എന്ന തെയ്യാണ് ഇവരെ ശരിക്കും ആരാധനാമൂർത്തി ആയി പറയപ്പെടുന്നത്. പിന്നീട് വന്നത് തിരുവാട്ടൂർ ഭഗവതി, അതായത് മടയക്കാവിലമ്മ. അവിടുത്തെ പിഷാരടി നിവേദ്യമതത്തിനായി നീലേശ്വരം മന്നപ്പുറത്ത് കാവിലേക്ക് പോവുകയും തിരിച്ചു വരവെ സന്ധ്യാനേരമായതിനാൽ കാട്ടൂറകുമ്പടി മൂന്നകത്തൂട്ട് ഇവൻ ഇരുന്ന സ്ഥലത്ത് കാട്ടൂറകുമ്പടിയുടെ ഗോശാലയിൽ ഇന്ന് ആ പൂജ എവിടെ വെച്ച് ചെയ്യാമെന്ന് തോന്നുകയും അങ്ങനെ കരക്കീർത്തിയൻ്റെ കത്തിച്ചു വെച്ച ദീപം സാക്ഷിയായി ആ കർമ്മങ്ങൾ ചെയ്തു. പിന്നീടാണ് ആ സ്ഥലം അപ്പുറത്താണ്. പിന്നീടാണ് ഈ കരക്കൽ ഭഗവതിയുടെ ആരുടെ സ്ഥാനം വരുന്നത്. കരക്കൽ ഭഗവതി കഴിഞ്ഞാൽ പിന്നെ ഐവരാണ്. ഐവര് വരുന്നത് രാമപുരത്തു നിന്നാണ്. അത് കാഞ്ഞിരക്കാരനവരും തലക്കോടനും രാമപുരത്ത് തെയ്യം കാണാൻ പോയ സമയത്ത് ഇവരോട് ആ ദേവിക്ക് ഇഷ്ടം കൂടുകയും അങ്ങനെ അവരെ കൂടെ വന്ന് കന്യക്ക് ഇവരെ കയ്യിൽ ഒരു വടിയുണ്ടായി. ആ വടി കന്യക്ക് കുത്തിയെന്നും അത് പിന്നീട് ഇളകാതെ മാതിരി ആയി എന്നും അത് പ്രശ്നം ചെയ്യുന്നതിൽ പിന്നെ വരുന്നത് മൂവരാണ്. മൂവർ അതിലേക്കെന്ന് വെച്ചാൽ മഹാപിടിച്ചേരി എന്ന് പറഞ്ഞാൽ മഹാപിടിച്ചേരി കാവിൽ പൂരമാല കഴിക്കാൻ പോയ കരക്കാവുന്ന പൂരമാല കഴിക്കാൻ പോയ സമയത്ത് അവർ നമ്മളെ ഈ കരക്കയിൽ ബാല്യക്കാരെ കാത്തു നിൽക്കാതെ അവരെന്നെ പൂരമാല കഴിച്ചു. അങ്ങനെ ഇവിടുന്ന് പോയവർ ചൊടിച്ച് വന്ന സമയത്ത് ആ ദേവി അവിടുന്ന് ഇവരെ കൂടെ വരികയും ഇവിടെ ഒരു കൂപം, അതായത് കിണർ ഉണ്ടായ സ്ഥലത്താണ് ആ പള്ളിയറയിപ്പം നിലനിൽക്കുന്നത്. അങ്ങനെ അവരെ കൂടെ വന്നിരുന്നാണ് ഇവിടുത്തെ മൂവരെ ഐതിഹ്യം. അപ്പോൾ ഇന്ന് പിലിക്കോട് നാട്ടിൽ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കരക്കി ഭഗവതി 4 തറവാട്ടുകളിൽ കൂടിയിരുന്ന് പോകുന്നുണ്ട് കരക്കി ഭഗവതി. അതുപോലെ തന്നെ പരദേവത മൂവർ പറഞ്ഞാൽ ഈ പിലിക്കോട് ദേവ സങ്കേതത്തിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും പരദേവത മൂവരും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാലാകാലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഈ കരക്കക്കാവിൽ നമ്മൾ 3 കൊല്ലം കൂടിയിട്ട് മേടമാസം 21-നാണ് ഇവിടെ കാൽകളിയാട്ടം നടക്കുന്നത്. അത് ഈ കരക്കി ഭഗവതി, ഐവരി, പരദേവത മൂവരി, അതുപോലെ തന്നെ മറ്റ് പടവീരും മറ്റുള്ള ദേവന്മാരൊക്കെ കുടികൊണ്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളല്ലേ. നമ്മളെ ഈ കരക്കൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രം പൂരവും കളിയാട്ടവും കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ്. മേടം 21 എന്ന് പറയുന്ന ദിവസത്തിലാണ് കളിയാട്ടം ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന തെയ്യമാണ് കരക്കൽ ഭഗവതി, ഐവര്, പടുവൽത്തെങ്ങ് പരദേവത മൂവരും. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലുള്ള തെയ്യക്കോലങ്ങൾ. കരക്കൽ ഭഗവതി എന്ന് പറയുന്ന തെയ്യത്തെ കെട്ടുന്നത് വണ്ണാൻ സമുദായവും വിഷ്ണുമൂർത്തി കെട്ടുന്നത് നമ്മൾ മലയൻ സമുദായമാണ്. ബാലികമാർ പൂക്കളെ കൊണ്ട് കാമദേവനെ പൂജിക്കുന്നതും കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ മെയ്വഴക്കത്തിന്റെ പൂരക്കളി അവതരിപ്പിക്കുന്നതും ആഘോഷങ്ങളിൽ പ്രധാനമാണ്. പരമശിവനും പാർവതിയും കാമദേവനും ദേവഗണങ്ങളും ഒക്കെ ചേർന്ന പുരാണ കഥയാണ് പൂരോത്സവത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം. 9 നാൾ അപ്സരസ്സുകൾ പൂക്കളെ കൊണ്ട് കാമസ്വരൂപമുണ്ടാക്കി ഭൂമിയിലും ആകാശത്തിലും സ്വർഗത്തിലും പൂജ നടത്തിയതിന്റെ വിശ്വാസമാണ് പെൺകുട്ടികൾ കാമപൂജ ചെയ്യുന്നതിന് പിന്നിൽ. പൂരക്കുഞ്ഞി എന്നാണ് ഈ സമയം കുഞ്ഞുങ്ങളെ വിശേഷിപ്പിക്കുന്നത്. 18 കന്യകമാർ 18 താളങ്ങളിൽ പാടി അവതരിപ്പിച്ചതാണ് പൂരക്കളി. 18 തരം കളിയാണ് പൂരക്കളിയുടെ പ്രത്യേകതയും. കാലാന്തരം അടവുകളും ചുവടുകളും മെയ്വഴക്കവും ചേർന്ന കലാരൂപം പുരുഷന്മാർ ഏറ്റെടുക്കുകയായിരുന്നു.
വിളഞ്ഞ പാടവും സമൃദ്ധമായ വിളവെടുപ്പും ഒരു ഗ്രാമത്തിൻ്റെയും സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യം അവർ ഉത്സവമായാണ് കൊണ്ടാടുന്നത്. അങ്ങനെ ഉത്സവങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു ഉത്സവം.